Dear students, welcome to another session. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കുന്നത് റാൻഡമൈസ്ഡ് അപ്രോച്ച് അൽഗോരിതംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റാൻഡം ഫങ്ഷൻസ് എന്നത് പഠിച്ചായിരുന്നു. ഇനി എന്താണ് റാൻഡമൈസ്ഡ് അപ്രോച്ച് എന്നത് നോക്കാം. So randomized approach uses randomness to simulate and analyze complex problems. അതെന്താണെന്ന് നോക്കാം. രണ്ട് ടൈപ്പ് ആൽഗോരിതംസ് ഉണ്ട്. ഒരെണ്ണം ഡിറ്റർമിനിസ്റ്റിക് ആൽഗോരിതം, another one is a randomized approach or randomized algorithm. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ച എല്ലാ അൽഗോരിതംസും ഡിറ്റർമിനിസ്റ്റിക് ടൈപ്പ് ആയിരുന്നു. ആ ഒരു ഫിഗർ നോക്കുക. ഡിറ്റർമിനിസ്റ്റിക് ആൽഗോരിതം എന്ന് പറയുമ്പോൾ there will be a problem solving method or algorithm and you will provide the input and you will expect an output. ഇൻപുട്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും സെയിം ആയിരിക്കും, അത് മാറത്തില്ല. ഔട്ട്പുട്ട് ഈസ് ഫിക്സഡ് ബേസ്ഡ് ഓൺ ഇൻപുട്ട്. ഇൻപുട്ട് എപ്പോഴും നിങ്ങൾ കൊടുക്കുന്നത് സെയിം ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടൈമിൽ അത് സിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഔട്ട്പുട്ട് ഈസ് സെയിം. സോ ദ ഔട്ട്പുട്ട് ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ദ ഇൻപുട്ട്. ദെൻ റാൻഡമൈസ്ഡ് അപ്രോച്ച് നോക്കാം. അവിടെ അൽഗോരിതം ഉണ്ട്, ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഉണ്ട്, ബട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഇൻപുട്ടും കൊടുക്കുന്നുണ്ട്, റാൻഡം നമ്പേഴ്സും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ? ദർ വിൽ ബി ഇൻപുട്ട്, user input, as well as you are providing a random input that can be random numbers. So based on that, it will estimate an output. ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കുമോ? ആയിരിക്കില്ല. കാര്യം എന്താണ്? റാൻഡം ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റാൻഡം നമ്പേഴ്സ് എപ്പോഴും മാറി മാറി വരാം. എന്തുകൊണ്ടാണ് റാൻഡം നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. So anyway, there is a basic difference between deterministic algorithm and randomized approach. ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാവും. ഒരു എക്സാമ്പിൾ എടുക്കാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ യൂണിറ്റ് സർക്കിൾ. ഇത് ഡിറ്റർമിനിസ്റ്റിക് വേയിൽ എങ്ങനെ സോൾവ് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ πr² ആണ്. യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ റേഡിയസ് ഈസ് 1. സോ π ഇൻറ്റു r ഇൻറ്റു r. സോ ഇവിടെ r എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അല്ലേ? ഇൻപുട്ട് എന്ന് പറയുന്ന റേഡിയസ് ആണ്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഏരിയ എന്തായിരിക്കും? π തന്നെ ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി 3.14. എൻ്റെ പ്രോഗ്രാം നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇമ്പോർട്ട് മാത്ത്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു π, ദറ്റ് ഈസ് മാത്ത് ഡോട്ട് π ഇൻറ്റു 1. r എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പോൾ r ഇൻറ്റു r അത് 1 തന്നെ ആയിരിക്കും. ഓർ മാത്ത് ഡോട്ട് π ഇങ്ങനെ കൊടുത്താലും മതി. സോ ഇതിൻ്റെ വാല്യൂ എപ്പോഴും π തന്നെ ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി 3.14. ഇത് ഡയറക്റ്റ് വേവ് അപ്രോച്ച് ആണ്, ഓർ ഡിറ്റർമിനിസ്റ്റിക് ടൈപ്പ്. നിങ്ങൾ എത്ര ടൈംസ് ഇത് സിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. ഇനി മറ്റൊരു മെത്തേഡ് ഉണ്ട്, ദറ്റ് ഈസ് മോണ്ടി കാർലോ മെത്തേഡ് ഓർ മോണ്ടി കാർലോ സിമുലേഷൻ. അതാണ് റാൻഡമൈസ്ഡ് അപ്രോച്ച്. സോ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്? യൂണിറ്റ് സർക്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ യൂണിറ്റ് സർക്കിൾ ഹാസ് എ റേഡിയസ് ഓഫ് 1. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? πr² ഓർ വിച്ച് ഈസ് ഈക്വൽ ടു π, സിൻസ് r ഈസ് ഈക്വൽ ടു 1. ആൻഡ് വി വോണ്ട് ടു എസ്റ്റിമേറ്റ് ദിസ് ഏരിയ. ഒരു എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ദ ബൗണ്ടിങ് സ്ക്വയർ. So a unit circle is inscribed in a square with side lengths 2. അതായത് ഒരു സ്ക്വയറിനകത്ത് ഒരു യൂണിറ്റ് സർക്കിൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. യൂണിറ്റ് സർക്കിളിൻ്റെ ഡയമീറ്റർ 2 വരും. റേഡിയസ് 1 അല്ലേ? അപ്പോൾ ഡയമീറ്റർ 2 വരും. സോ ആ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് എന്തായിരിക്കും? 2 ആയിരിക്കും. സോ ഇൻ കാർട്ടീഷ്യൻ പ്ലെയിൻ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ -1 and 1. XY കോർഡിനേറ്റ്സിന് ഇടയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ -1 and 1. അപ്പോൾ ഇപ്പോഴും നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് റാൻഡം സാമ്പിളിങ് യൂസ് ചെയ്യാം. അതായത് നിങ്ങളൊരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുകയാണ് ബിറ്റ്വീൻ -1 and 1. മൾട്ടിപ്പിൾ പോയിന്റ്സ് നിങ്ങൾ ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ ഏതെല്ലാം പോയിന്റ് സർക്കിളിനകത്ത് വരും എന്നുള്ളത് നോട്ട് ചെയ്യും. നമുക്കത് എങ്ങനെ നോട്ട് ചെയ്യാം? റാൻഡമായിട്ട് നമ്പർ ജനറേറ്റ് ചെയ്യും ബിറ്റ്വീൻ -1 and 1. യൂണിറ്റ് സർക്കിളിൻ്റെ ഇക്വേഷൻ അറിയാം, x² + y² = 1.
അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്യും. അതെങ്ങനെ മാർക്ക് ചെയ്യും? നമ്പർ ഓഫ് പോയിന്റ്സ് ദാറ്റ് ലൈ ഇൻസൈഡ് ദ സർക്കിൾ. സോ റാൻഡം പോയിന്റ്സ് ജനറേറ്റ് ചെയ്യും. സർക്കിളിനകത്ത് വരുന്ന പോയിന്റ്സ് മാത്രം നമ്മൾ നോട്ട് ചെയ്യും. അത് നമ്മൾ ഇങ്ങനെ കൊടുത്തു, എൻ സർക്കിൾ. എൻ സർക്കിൾ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് പോയിന്റ്സ് ദാറ്റ് ലൈ ഇൻസൈഡ് ദ സർക്കിൾ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് ജനറേറ്റഡ് എൻ ടോട്ടൽ. ഇപ്പോൾ -1നും 1നും ഇടയ്ക്ക് കുറേ പോയിന്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തു, അതാണ് എൻ ടോട്ടൽ. ഇങ്ങനെ റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ കുറേ പോയിന്റ്സ് എന്ന് പറയുന്നത് സർക്കിളിനകത്ത് വരുന്നതാണ്. അത് നോട്ട് ചെയ്ത് എന്തായിട്ട് മാർക്ക് ചെയ്തു? എൻ സർക്കിൾ. ദെൻ ഇതിൻ്റെ റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എൻ സർക്കിൾ ടു എൻ ടോട്ടൽ. എൻ സർക്കിൾ ഡിവൈഡ് ബൈ എൻ ടോട്ടൽ. അതെന്തിന് അപ്രോക്സിമേറ്റ് ആയിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് ജനറേറ്റഡ് ദാറ്റ് മേ ബി ടേക്കൺ ആസ് ഏരിയ ഓഫ് സ്ക്വയർ. നമ്പർ ഓഫ് പോയിന്റ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ക്ലോസ് ടു ദ ഏരിയ ഓഫ് സ്ക്വയർ. ദെൻ എൻ സർക്കിൾ എന്ന് പറയുന്നത് എന്തിന് അപ്രോക്സിമേറ്റ് ആയിരിക്കും? ഇറ്റ് ഈസ് ക്ലോസ് ടു ദ ഏരിയ ഓഫ് സർക്കിൾ. അവിടെ നമ്പർ ഓഫ് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്നത് കൂടിയിരുന്നു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു, എൻ സർക്കിൾ ടു എൻ ടോട്ടൽ. ഇതിൽ നിന്ന് സർക്കിളിൻ്റെ ഏരിയ മാത്രം നമുക്ക് എങ്ങനെ എടുക്കാം? സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 4. സ്ക്വയറിൻ്റെ സൈഡ് എന്താണ്? 2. സ്ക്വയറിൻ്റെ ഏരിയ നമുക്കറിയാം എ സ്ക്വയർ വിച്ച് ഈസ് 4. ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു 4 മൾട്ടിപ്ലൈഡ് വിത്ത് ദ റേഷ്യോ. ദാറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് സർക്കിൾ. നമ്പർ ഓഫ് പോയിന്റ്സ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ വിൽ ബി വെരി മച്ച് ക്ലോസ് ടു ദ എക്സാക്ട് വാല്യൂ. നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. ബെറ്റർ ആക്യുറസിക്ക് വേണ്ടിയിട്ട് യു നീഡ് ടു ജനറേറ്റ് മൾട്ടിപ്പിൾ പോയിന്റ്സ്. ദെൻ ഇറ്റ് വിൽ ബി വെരി ക്ലോസ് ടു ദ എക്സാക്ട് വാല്യൂ. നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ആ റാൻഡം ഫങ്ഷൻസ് എല്ലാം തന്നെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അൽഗോരിതം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി പ്രോഗ്രാം എഴുതാം. അപ്പോൾ റാൻഡം ഫങ്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് റാൻഡം മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് റാൻഡം. നെക്സ്റ്റ് നമ്പർ ഓഫ് റാൻഡം പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ നം അണ്ടർസ്കോർ പോയിന്റ്സ് ഈക്വൽ ടു 100 പോയിന്റ്സ് ആണ് ഞാൻ ജനറേറ്റ് ചെയ്യുന്നത്. 100 എന്ന് കൊടുത്തു. ദെൻ ഒരു വേരിയബിൾ എടുത്തു, ഇൻസൈഡ് അണ്ടർസ്കോർ സർക്കിൾ. അതായത് സർക്കിളിനകത്ത് വരുന്ന പോയിന്റ്സ് നോട്ട് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ എടുത്തു. ഇനിഷ്യലി ഇറ്റ് ഈസ് 0, ഈക്വൽ ടു 0 എന്ന് കൊടുത്തു, ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ മൾട്ടിപ്പിൾ റാൻഡം പോയിന്റ്സ് ജനറേറ്റ് ചെയ്യണം. ഈ ഒരു മൊമെൻറ്റിൽ 100 പോയിന്റ്സ് ആണ് ഞാൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ റിപ്പീറ്റഡ് ആയിട്ട് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണം. ഒരു ഫോർ ലൂപ്പ് എടുക്കാം. 4 അണ്ടർസ്കോർ ഇൻ റേഞ്ച്. ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്പർ ഓഫ് പോയിന്റ്സ് കൊടുക്കാം. നം അണ്ടർസ്കോർ പോയിന്റ്സ്. ഇൻസൈഡ് ദ ഫോർ ലൂപ്പ് യു ക്യാൻ ജനറേറ്റ് എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ എക്സ് ഈക്വൽ ടു, സോ ബിറ്റ്വീൻ 2 വാല്യൂസ് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണം. ഇങ്ങനെ കൊടുക്കാം, റാൻഡം ഡോട്ട് യൂണിഫോം -1, -1. അപ്പോൾ -1നും 1നും ഇടയ്ക്കുള്ള റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ വൈയും കൊടുക്കാം. y ഈക്വൽ ടു റാൻഡം ഡോട്ട് യൂണിഫോം -1, -1. ഇപ്പോൾ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? എത്ര റാൻഡം നമ്പേഴ്സ് ഇൻസൈഡ് സർക്കിൾ വരുന്നത് നോക്കണം. സോ ഇങ്ങനെ കണ്ടീഷൻ കൊടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. സോ ഇഫ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് ഡബിൾ സ്റ്റാർ 2 പ്ലസ് വൈ ഡബിൾ സ്റ്റാർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. ദ പോയിന്റ്സ് ആർ ഇൻസൈഡ് ദ സർക്കിൾ. അപ്പോൾ കണ്ടീഷനകത്ത് ഇങ്ങനെ കൊടുക്കാം. ഇൻസൈഡ് സർക്കിൾ എന്ന് പറഞ്ഞ വേരിയബിൾ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാം. അപ്പോൾ ഇൻസൈഡ് അണ്ടർസ്കോർ സർക്കിൾ ഈക്വൽ ടു ഇൻസൈഡ് അണ്ടർസ്കോർ സർക്കിൾ +1. സോ സർക്കിളിനകത്ത് വരുന്ന പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്തു. ദെൻ ഏരിയ എസ്റ്റിമേറ്റ് ചെയ്യാം. നമുക്കറിയാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഏരിയ അണ്ടർസ്കോർ ഓഫ് അണ്ടർസ്കോർ സർക്കിൾ. അങ്ങനെ ഒരു വേരിയബിൾ എടുത്തതാണ്. ജസ്റ്റ് ഏരിയ ഓഫ് സർക്കിൾ എന്ന് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ഞാൻ കുറച്ച് മീനിങ് ഫുൾ ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. ഈക്വൽ ടു 4 ഇൻറ്റു റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിനകത്ത് വരുന്ന പോയിന്റ്സ്. ആ വേരിയബിൾ നെയിം കൊടുക്കുക. ഇൻസൈഡ് അണ്ടർസ്കോർ സർക്കിൾ
ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് എത്രയാണ്? ആ ഒരു വേരിയബിൾ കൊടുക്കുക, നം അണ്ടർസ്കോർ പോയിന്റ്സ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് പ്രിന്റ് ചെയ്യണം. ഇങ്ങനെ കൊടുക്കാം, പ്രിന്റ് ഫോർമാറ്റ് സ്ട്രിംഗ് ആയിട്ട് കൊടുക്കാം, എഫ് വിത്തിൻ കോഡ്സ് എസ്റ്റിമേറ്റഡ് ഏരിയ ഓഫ് ദ യൂണിറ്റ് സർക്കിൾ കോളൻ ആസ് വേരിയബിൾ വിത്തിൻ കർലി ബ്രേസസ് ഏരിയ അണ്ടർസ്കോർ ഓഫ് അണ്ടർസ്കോർ സർക്കിൾ. സോ ഏരിയ ഓഫ് സർക്കിൾ അവിടെ പ്രിന്റ് ചെയ്യും. നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കാം. അവിടെ എസ്റ്റിമേറ്റഡ് ഏരിയ ഓഫ് യൂണിറ്റ് സർക്കിൾ വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂ എന്താണ്? പൈ. ബട്ട് എക്സാക്റ്റ് വന്നിട്ടില്ല, 0 സംതിങ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ടത് 3.14 ആണ്. അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു എസ്റ്റിമേറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്പർ ഓഫ് പോയിന്റ്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഞാനിവിടെ കൊടുത്ത പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ നിന്നാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ 100ന് പകരം 1000 കൊടുക്കാം. സിമുലേറ്റ് ചെയ്യാം. കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുണ്ട്. നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം അത് സിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് പോയിന്റ്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഓരോ തവണയും റിസൾട്ട് എടുക്കുമ്പോൾ റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്? റാൻഡം പോയിന്റ്സ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എപ്പോഴും സെയിം ആയിരിക്കത്തില്ല. ഒരു ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസൾട്ട് വിൽ ബി ഓൾവേസ് സെയിം. ഇഫ് ദ ഇൻപുട്സ് ആർ സെയിം, ഔട്ട്പുട്ട് വിൽ ബി ഓൾവേസ് സെയിം. റാൻഡമൈസ്ഡ് അപ്രോച്ചിൽ ഇത് ശരിയാവത്തില്ല. റാൻഡം മാനറിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. എനിവേ നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആക്യുറസി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 1000ന് പകരം 10,000 കൊടുക്കാം. കണ്ടോ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു 3.14. കുറച്ചുകൂടി പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യാം. 1 lakh കൊടുക്കാം. യെസ്, കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുണ്ട്, വളരെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. 3.14, 3.13 ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യാം. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു പൈ, 3.14. ഇപ്പോൾ നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആക്യുറസി എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആവും. ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈം അത് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് റാൻഡമൈസ്ഡ് അപ്രോച്ച്. പലപ്പോഴും കോംപ്ലക്സ് പ്രോബ്ലംസ് അനലൈസ് ചെയ്യാനും റിസൾട്ട് ജനറേറ്റ് ചെയ്യാനും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് മോണ്ടെ കാർലോ സിമുലേഷൻ. മറ്റുള്ള എക്സാമ്പിൾസ് ഞാൻ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. കോയിൻ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കോയിൻ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ബി എയ്തർ ടെയിൽ ഓർ ഹെഡ്. ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് ഈ ഒരു അപ്രോക്സിമേറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അതിനുള്ള പ്രോഗ്രാംസ് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഒരു 10,000 ടൈംസ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. 1 lakh ടൈംസ് അത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എത്ര പ്രോബബിലിറ്റി വരാം? നമ്പർ ഓഫ് ഫ്ലിപ്പിംഗ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രോബബിലിറ്റി വിൽ ബി വെരി ക്ലോസ് ടു 50. നമുക്കറിയാം കോയിൻ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ വരുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 50% ആണ്. നമ്പർ ഓഫ് ഫ്ലിപ്പിംഗ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രോബബിലിറ്റി വിൽ ബി വെരി ക്ലോസ് ടു 50%. ആ ഒരു പ്രോഗ്രാം ചിലപ്പോൾ ചോദിക്കാം, എക്സാമിന് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ പ്രോഗ്രാമും ഞാൻ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബട്ട് കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യാനുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.